ഹോണർ ഏജൻസീസിൻ്റെ ആദ്യത്തെ മാർക്കറ്റ് സ്റ്റഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചി എയർപോർട്ടിൽ നിന്ന് നേരെ മുംബൈ ടു സൂറത്ത് എന്നുള്ള പ്ലാനിലാണ്. നമ്മൾ 3 ഡിസൈനേഴ്സും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ആയിരുന്നു ഇത്. കാരണം നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ട്രാവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചിയിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് എടുത്തത് ഏർലി മോർണിംഗിലാണ്. സോ ആ ഒരു നൈറ്റ് വ്യൂവും കാര്യങ്ങളെല്ലാം കണ്ട് മോർണിംഗോട് കൂടിയിട്ടാണ് നമ്മൾ മുംബൈയിൽ ലാൻഡ് ചെയ്തത്. മുംബൈ എയർപോർട്ടിൽ കുറച്ച് നേരമെല്ലാം കണ്ട് നടന്നതിന് ശേഷം ലഗേജ് എല്ലാം പിക്ക് ചെയ്തിട്ട് നമ്മളൊരു ലോക്കൽ ടാക്സി ബുക്ക് ചെയ്തിരുന്നു. ടാക്സിയിലാണ് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകുന്നത്. മുംബൈയുടെ ഫാഷൻ എന്ന് പറയുമ്പോൾ ഞൊടിയിടയിൽ മാറുന്നതാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് മാർക്കറ്റ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസും കൂടിയാണിത്. നമുക്ക് മുംബൈ എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സച്ചിനെയാണ്. നമുക്ക് ഡിസൈനേഴ്സിനെല്ലാം മനീഷ് മൽഹോത്ര പോലെ ഫേമസ് ആയിട്ടുള്ള ഡിസൈനേഴ്സിനെ ഓർമ്മ വരും. സോ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഒന്ന് ഫ്രഷപ്പ് ആവാനും വേണ്ടിയിട്ടാണ്. ഇതിന് ശേഷം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നത് നമ്മുടെ മാർക്കറ്റിലേക്കാണ്. അവിടുന്ന് നമ്മളൊരു ലോക്കൽ ടാക്സിയാണ് എടുത്തിട്ടുള്ളത്. മുംബൈയുടെ മാർക്കറ്റ് എന്ന് പറയുമ്പോൾ വളരെയധികം വലിയൊരു ലോകം കൂടെയാണ്. നമ്മൾ വിചാരിക്കുന്നതും എന്നാൽ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതായിട്ടുള്ള ഫാബ്രിക്സിൻ്റെയും സാരീസിൻ്റെയും ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടുത്തെ ഷോപ്പെല്ലാം ഓപ്പൺ ആവുന്നത് ഒരു 12 o'clock-നാണ്. അത് കാരണം ആ കുറച്ച് നേരം നമ്മൾ ആ ഒരു മാർക്കറ്റിലെല്ലാം ഒന്ന് കറങ്ങി നടന്ന് ആ ഒരു ഏരിയ എല്ലാം ഒന്ന് മനസ്സിലാക്കി ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റിലോട്ട് പോയത്. സോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ടുള്ളത് കോട്ടൺ ബേസ് ഫാബ്രിക്സ് വരുന്നിട്ടുള്ള നമ്മുടെ ഹക്കോബ ബേസിൽ വന്നിട്ടുള്ള ആ ഒരു ഫാബ്രിക്കിൻ്റെ കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ഫാബ്രിക് എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഒരു കിഡ്സ് വെയറിനും അതേപോലെ തന്നെ വെസ്റ്റേൺ ആയിട്ടുള്ള ആ ഒരു ഔട്ട്ഫിറ്റ് ചെയ്യാനും ഇപ്പോൾ ട്രെൻഡി ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ബ്ലൗസ് പാറ്റേൺ എല്ലാം വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ കളക്ഷൻ എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. നമുക്കിവിടെ സാമ്പിൾ പീസ് മാത്രമേ കാണാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു ഫാബ്രിക്സിൻ്റെ ഡിസൈൻസിൻ്റെ ബേസിൽ ഇവർ നമുക്കത് ഡെവലപ്പ് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്ത് തരികയാണ് പതിവ്. പക്ഷെ നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പർച്ചേസിനല്ല, സോ ഒരു മാർക്കറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആ ഒരു കളക്ഷൻസിനെ പറ്റിയും ഇപ്പോൾ നിലവിലുള്ള ഫാഷൻസ് എങ്ങനെ നമ്മുടെ ആ ഒരു സൗത്ത് സൈഡിലോട്ട് കൊണ്ടുവരാം എന്നതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഡാറ്റാസ് എല്ലാം ഒന്ന് കളക്ട് ചെയ്യാനും അതെല്ലാം കോഡ് ചെയ്ത് ഒന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമ്മുടേതായിട്ടുള്ള ടേസ്റ്റിൽ എങ്ങനെ ഇതെല്ലാം അറേഞ്ച് ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയിട്ടുള്ളതാണ്. നമ്മൾ മാർക്കറ്റ് സ്റ്റഡിക്ക് വന്നതാണെങ്കിൽ കൂടി ഒരുപാട് ഡിസൈൻസും കാര്യങ്ങളും നമുക്ക് ഇവിടുത്തെ സ്റ്റാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ നമുക്കിത് പെയർ ചെയ്തെടുക്കാം. അല്ലാതെ തന്നെ നമ്മുടെ ആ ഒരു ഐഡിയക്ക് അനുസരിച്ച് സെറ്റ് ചെയ്യുന്ന പോലെയാണ് ഇവിടുത്തെ എല്ലാ ഫാബ്രിക്സും വരുന്നത്. ഡയബിളും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സിലേക്ക് ഇത് കളർ മാറ്റിയെടുക്കാം. നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഒരുപാട് ഫാബ്രിക്സ് നമ്മുടെ ഷോപ്പിലിരിക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് കൂടാതെ നമ്മുടെ എപ്പോഴും വന്നു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ആ ഒരു മൽ കോട്ടണിൽ ബോർഡർ ഫിനിഷ് വരുന്നതെല്ലാം. ഇതെല്ലാം നമ്മളിങ്ങനെ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തെടുക്കുന്നതാണ്. സോ ഈ ഒരു മാർക്കറ്റ് സ്റ്റഡിയുടെ ബേസിലാണ് നമ്മുടെ കളക്ഷൻസ് എല്ലാം ഇനി വരാൻ പോകുന്നത്. ഈ ഒരു മാർക്കറ്റ് സ്റ്റഡി നമ്മുടെ ആ ഒരു കളക്ഷൻസിനും ഡിസൈനിൻ്റെ ഡെവലപ്പിങ്ങിനും വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഈ ഷോപ്പുകളിലെ ഫാബ്രിക്സ് എല്ലാം പ്യുവർ കോട്ടൺ ബേസിലാണ് വരുന്നത്. സോ നമ്മളും അതേപോലെ തന്നെ സെലക്റ്റഡ് ആയിട്ടുള്ള ഷോപ്പുകൾ മാത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കാണിക്കുന്ന ഷോപ്പുകൾ കൂടാതെ ഒരുപാട് ഷോപ്പുകൾ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ഒരു വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കാണിക്കാൻ പറ്റാത്തത്. അങ്ങനെ പറ്റിയിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ കളക്ഷൻസും നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫാബ്രിക്സും നമ്മുടെ കസ്റ്റമേഴ്സ് ത്രൂ ഷെയർ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇനി വരാൻ പോകുന്ന കളക്ഷൻസും നമ്മൾ കയറിയിട്ടുള്ള ഷോപ്പുകളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ കാണിക്കുന്നതാണ്. സാരീസും കൂടെ നമ്മൾ ഈ ഒരു മാർക്കറ്റ് സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട്. ആ ഒരു സാരീസ് എല്ലാം വരുന്നത് ഫാൻസി ആയിട്ടും അതേപോലെ തന്നെ നമ്മുടെ യൂണിഫോം സാരീസിൻ്റെ എല്ലാ കളക്ഷൻസിലും കൂടെയാണ്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫാബ്രിക്സ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇവരെന്ന് പറയുന്നത് അവരുടെ ഡാറ്റാസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യാൻ യാതൊരു മടിയില്ലാത്ത ആൾക്കാരാണ്. അവരുടെ ഡൗട്ടും ക്ലിയർ ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ ഡൗട്ടും ക്ലിയർ ചെയ്യും.
സോ ഈ ഒരു ഫാബ്രിക് കളക്ഷൻസ് എല്ലാം കണ്ടതിന് ശേഷം നമുക്ക് കുറച്ച് ഐഡിയാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഐഡിയാസ് എല്ലാം നമ്മളൊന്ന് സ്റ്റോർ ചെയ്ത് ആ ഒരു ഐഡിയാസ് നമ്മൾ ഫ്യൂച്ചറിലുള്ള കളക്ഷനായിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ ഇനി അവൈലബിൾ ആവും. ഇത് കൂടാതെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഷോപ്പ് സാരീസിന് വേണ്ടിയിട്ടായിരുന്നു. ആ ഒരു സാരീസിൻ്റെ ഷോപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു ഫാൻസി ആയിട്ടും അതേപോലെ തന്നെ കുറച്ച് ട്രെൻഡി ആയിട്ടും വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസാണ്. നമ്മളിതിലെല്ലാം കുറച്ച് ടയേർഡായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഫസ്റ്റ് ഈ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും ചെറുതായിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ ഫേസ് ആരും നോക്കരുത്, നേരെ നമ്മുടെ ഈ ഒരു സാരീസിൻ്റെ കളക്ഷൻസ് എല്ലാം ഒന്ന് നോക്കിയാൽ മതി. ഈ ഒരു കളക്ഷൻസിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്നത് പോലത്തെ കുറച്ച് കളക്ഷൻസാണ്. ഒരുപാട് ഫാബ്രിക്കിൻ്റെ ബേസിസിൽ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു ഡിസൈനിനെ പറ്റിയോ ഇല്ലെങ്കിൽ ആ ഒരു പ്രിൻറ്റിങ് ടെക്നിക്കിനെ പറ്റിയോ പറയുമ്പോൾ അവരതിലുള്ള ഒരുപാട് കളക്ഷൻസ് കാണിക്കും. നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ബാത്തിക്കിൻ്റെ പ്രിൻ്റ് ആണെങ്കിൽ അതിൽ വന്നിട്ടുള്ള വെറൈറ്റി ഡിസൈൻസ് ഉണ്ട്. സ്ക്രീൻ പ്രിൻ്റ് ആണെങ്കിൽ അങ്ങനെ. ഇതുകൂടാതെ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള കളക്ഷൻസ് ആണെങ്കിലും അതെല്ലാം കാണിക്കും. സോ ഈ ഒരു മാർക്കറ്റ് സ്റ്റഡിയിൽ നമ്മുടെ ബഡ്ജറ്റ് എങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷനിലോട്ട് വരുമ്പോൾ നമ്മുടെ ബഡ്ജറ്റായിട്ടും നമ്മുടെ ഡിസൈനായിട്ടും എങ്ങനെ കോംപ്രമൈസ് ചെയ്യാതെ പോകാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഒരുപാട് കോമ്പിനേഷൻസ് അവർ നമുക്ക് കാണിച്ചു തന്നു. ഒരു ഡിസൈനിൽ എങ്ങനെ ബോർഡർ ഫിനിഷും അതേപോലെ തന്നെ പല്ലുവിലുള്ള കോമ്പിനേഷൻ കൊടുക്കണമെന്നും എങ്ങനെ കളേഴ്സ് ചൂസ് ചെയ്യാമെന്ന് ഉള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഷോപ്പിൽ നിന്നാണ് കുറച്ചധികം കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന് ശേഷം പോയൊരു ഷോപ്പ് വളരെയധികം വെറൈറ്റി കളക്ഷൻസ് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു ഷോപ്പായിരുന്നു. ഈ ഒരു ഷോപ്പിൽ കോട്ട ബേസ് ആണ് അവർ മോസ്റ്റ്ലി ചൂസ് ചെയ്തിട്ടുള്ള ഫാബ്രിക്. എന്നാൽ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ് അവരതിൽ ആ ഒരു വർക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ കാണുന്നത് കൂടുതൽ ത്രെഡിൻ്റെ ആ ഒരു എംബ്രോയ്ഡറി ആണെങ്കിൽ ആ ഒരു ത്രെഡ് എംബ്രോയ്ഡറിയിൽ ഒരുപാട് കോമ്പിനേഷൻസും കട്ട് വർക്കും കൂടാതെ ക്രോസ് സ്റ്റിച്ചും എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കളക്ഷൻസ് കാണാം. ഇവിടെ നിന്ന് കിട്ടിയ ഐഡിയ എന്ന് പറയുന്നത് വളരെ വളരെ ഹ്യൂജ് ആയിട്ടുള്ളതാണ്. കാരണം ഒരു ഡിസൈൻസ് നമ്മൾക്ക് എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാം, അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, കോമ്പിനേഷൻസ് എങ്ങനെ കൊടുക്കാം, അതിനിപ്പോൾ ഒരു സ്കാറ്ററിങ് എഫക്റ്റ് ആണെങ്കിലും ഫില്ലിംഗ് എഫക്റ്റ് ആണെങ്കിലും എങ്ങനെ വരാം എന്നതിനെ പറ്റിയിട്ടുള്ള ഫുൾ ഐഡിയാസ് കിട്ടി. ഇനി കാണുന്നത് നമ്മൾ ഓരോ ഷോപ്പിലും കയറി കണ്ടിട്ടുള്ള ചെറിയ ചെറിയ കളക്ഷൻസ് ആണ്. ഇത് കൂടാതെ ഇനിയും ഒരുപാട് ഷോപ്പ് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈവനിങ്ങോട് കൂടി തന്നെ നമുക്ക് സൂറത്തിലോട്ട് പോകണം. കാരണം നമ്മൾ ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഈവനിങ്ങിലേക്കാണ്. മാർക്കറ്റ് ഒന്ന് ചെറിയ രീതിക്ക് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നേരെ ഒരു ലോക്കൽ ടാക്സി തന്നെ നമ്മൾ എടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ചെറുതായിട്ടൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ ട്രെയിൻ എടുത്ത് ഡേ 2-ലാണ് ഇനി ഞങ്ങൾ മീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഡേ 2 സൂറത്താണ് കാണിക്കുന്നത്. സൂറത്ത് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം വളരെയധികം ഡയമണ്ട്സും കൂടെ തന്നെ മെറ്റീരിയൽസും ഷെയർ ചെയ്യുന്ന നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണിത്. ആദ്യം തന്നെ നമ്മൾ പോയത് നമ്മുടെ ഓഫീസിലേക്കാണ്. നമ്മളവിടെ ഒരു ചെറിയൊരു മീറ്റിങ്ങും കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ സ്റ്റാഫ് ഉണ്ട്. ആളിതിനെ പറ്റിയെല്ലാം നല്ല രീതിക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. ആദ്യം തന്നെ ചെറിയൊരു മീറ്റിംഗ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആ ഒരു കളക്ഷൻസും കാര്യങ്ങളും ഇവിടെ എങ്ങനെ ഏതൊക്കെ ഫാബ്രിക്സിൽ ഏതൊക്കെ ഡിസൈൻസിൽ ഡെവലപ്പ് ചെയ്തെടുക്കാം എന്നതിനെ പറ്റിയിട്ടും കാര്യങ്ങളുമാണ്. ചെറിയൊരു കോഫിയെല്ലാം കുടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു മീറ്റിംഗ് കുറച്ചധികം സീരിയസ്നോട് കൂടിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഈ ഒരു മീറ്റിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കൂടിയാണ് നമ്മുടെ ഇനി വരാൻ പോകുന്ന കളക്ഷൻസ് എല്ലാം. നമ്മുടെ ഐഡിയാസ് എങ്ങനെ ഷെയർ ചെയ്യാമെന്നുള്ളതും അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് എടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ നടന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഡിസ്കഷൻ്റെ ബേസിലും നമ്മൾ പ്ലാൻ ചെയ്ത കുറച്ച് കാര്യങ്ങളുടെ ബേസിലും നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ മാർക്കറ്റിലേക്കാണ്. ആദ്യം തന്നെ ഈ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത പോലെയാണ്. കാരണം ഒരു ചെറിയൊരു ഷോപ്പിൽ ചെറിയ ചെറിയ പീസസ് ആയിരിക്കും അവർ സാമ്പിളിന് വേണ്ടി വെച്ചിട്ടുണ്ടാവുക. പക്ഷെ ആ സാമ്പിളിനെ ബേസ് ചെയ്തിട്ട് അവിടെ നടക്കുന്ന പ്രൊഡക്ഷൻ വളരെയധികം ഹ്യൂജാണ്.
നമ്മൾ മാർക്കറ്റിലോട്ട് കയറുമ്പോൾ തന്നെ ഒരുപാട് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് എല്ലാം കാണാം. ഓരോ ഷോപ്പിലും അവരുടേതായിട്ടുള്ള യൂണിക് കളക്ഷൻസ് ആണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ചൂസ് ചെയ്യുന്ന ഫാബ്രിക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഷോപ്പും സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഷോപ്പിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള കളക്ഷൻ വളരെയധികം യുണീക്കായിട്ട് വന്നിട്ടുള്ള ആ ഒരു ത്രെഡ് എംബ്രോയിഡറി ലിനൻ ബേസിലെല്ലാം വന്നിട്ടുള്ളതാണ്. ഈ ഒരു ഷോപ്പ് വളരെയധികം യുണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആയിരുന്നു. കാരണം നമ്മൾ കൊടുക്കുന്ന ഐഡിയാസ് അവർ ചെറിയ രീതിക്കെല്ലാം ഡെവലപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കാണിച്ചു തരും. അതിനുശേഷമാണ് നമ്മൾ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് അറിയേണ്ടത്. സോ നമുക്ക് സാമ്പിളിംഗ് എന്നുള്ള പ്രോസസ്സിനെ പറ്റി കൂടുതലായിട്ട് മനസ്സിലായത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ്. ഇവിടെ നമുക്ക് സാമ്പിൾ ചെയ്യാൻ പറ്റുന്നത് സാരീസ് ആയാലും റണ്ണിങ് ആയാലും എല്ലാം നമുക്ക് അവിടെ നിന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. കാരണം ഇവരുടെ കയ്യിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കിത് ഒരു നോളജ് കിട്ടുന്ന ഒരു പ്രോസസ്സാണ്. കാരണം നമുക്കറിയാവുന്ന ആ ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് റെഡി ആയിട്ടുള്ള ആ ഒരു ഫാബ്രിക്കിൻ്റെ അല്ലെങ്കിൽ സാരീസിൻ്റെ കളക്ഷൻസാണ്. എന്നാൽ അതിലുപരി ഒരുപാട് സ്റ്റെപ്പും ഒരുപാട് കാറ്റഗറീസും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് പറ്റിയിട്ടുണ്ട്. നമ്മൾ ഓൺലൈൻ ത്രൂ ഏതൊരു ഫാബ്രിക് കണ്ടാലും പെട്ടെന്ന് മനസ്സിലാവില്ല. എന്നാൽ നേരിട്ട് വന്നിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ്. സോ നമ്മൾ ഈ ഒരു ഷോപ്പിൽ അനുഭവിച്ചതും ആ ഒരു കാര്യമാണ്. കാരണം നമ്മൾ ചോദിക്കുന്ന ഓരോ ഫാബ്രിക്കിൻ്റെയും സാമ്പിൾസും കാര്യങ്ങളും അവർ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് കുറച്ചും കൂടി ഐഡിയാസ് ക്ലിയർ ആയിരിക്കും, ഈസി ആയിട്ട് തന്നെ സോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ഒരുപാട് ഷോപ്സ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. റണ്ണിങ്ങോ സാരീസോ കൂടാതെ അവരുടെ ആ ഒരു സെക്ഷനിൽ ഒരുപാട് സൽവാർ സെറ്റ്സും കുറച്ച് പാർട്ടി വെയർ ആയിട്ടുള്ള ഔട്ട്ഫിറ്റും നമ്മൾ ചൂസ് ചെയ്യുന്ന ആ ഒരു കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ഇവിടെ ഓരോ ഏരിയ ഉണ്ട്. ആ ഓരോ ഏരിയയിലും യുണീക്ക് ആയിട്ടുള്ള ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസ് ഇപ്പോൾ മന്തിലോ അല്ലെങ്കിൽ ആ വീക്ക് ബേസിലോ മാറിക്കൊണ്ടിരിക്കും. ഇവിടുന്ന് നമ്മൾ ഒരുപാട് ഫാബ്രിക്സിൻ്റെ കാര്യങ്ങളും ആ ഒരു കോമ്പിനേഷൻസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഡാറ്റ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ഒരു ഡാറ്റാസിൻ്റെ ബേസിലാണ് നമ്മുടെ ഷോപ്പിൽ വരുന്ന ആ ഒരു ഫ്യൂച്ചർ കളക്ഷൻസ് വരുന്നത്. സൂറത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഏരിയ ആണ്. എന്നാൽ നമ്മൾ അതിനനുസരിച്ച് എഫേർട്ട് ഇട്ട് ടൈമെല്ലാം സ്പെൻഡ് ചെയ്ത് നല്ല രീതിക്ക് മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ ഓരോ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്കും ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണെന്ന് തന്നെ മനസ്സിലാവും. കാരണം ഇവരുടെ കളക്ഷൻസ് ഒന്നിൽ നിന്ന് ഒന്ന് യൂണീക്ക് ആയിരിക്കും. നമ്മൾ പറയുന്ന ആ ഒരു സെക്ഷൻ ബേസിലാണ് ഇവരുടെ കളക്ഷൻസ് എല്ലാം വരുന്നത്. ഇപ്പം നമ്മൾ ചൂസ് ചെയ്ത് ഈ കാണിച്ചിരിക്കുന്നത് ഡയബിൾ ബ്രൊക്കേറ്റ്സിൻ്റെ ബേസിലാണ്. ഇതിൽ തന്നെ റഷ്യൻ ഫാബ്രിക്സ് ഉണ്ട്, ഡോള സിൽക്കിൽ വരുന്നത്, ചന്തേരിയിൽ സെറിയുടെ കോമ്പിനേഷൻസ് എല്ലാം. കാരണം ഇവർ ഓരോ ദിവസവും പുതിയ പുതിയ കോമ്പിനേഷൻസ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ മാർക്കറ്റിൽ ഒരു പുതിയ ഐറ്റം വരുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണെന്ന് നമുക്ക് പറയാം. ഈ ഒരു ഐഡിയാസാണ് നമ്മളെ ഡിസൈൻ ചെയ്യാനും അതേപോലെ തന്നെ പുതിയ പുതിയ ആ ഒരു ഡിസൈൻസ് ഡെവലപ്പ് ചെയ്യാനുമായിട്ട് എൻകറേജ് ചെയ്യുന്നത്. സോ നമ്മൾ കണ്ടിട്ടുള്ള ഈ ഫാബ്രിക്സ് എല്ലാം നമ്മൾ ചെറിയ രീതിക്ക് മാറ്റങ്ങളെല്ലാം വരുത്തി കോമ്പിനേഷൻസിലെല്ലാം ഡിഫറൻസ് എല്ലാം വരുത്തിയിട്ട് നമ്മളെ ഷോപ്പിലും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. സോ അത് നമ്മൾ റീസെൻ്റ്ലി വരുന്ന കളക്ഷൻസിലെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ള ഫാബ്രിക്സ് കാണാനായിട്ട് പറ്റും. ഇത് കൂടാതെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സാമ്പിൾസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മളിപ്പോൾ ഇത് പ്രൊഡക്ഷന് കൊടുക്കുന്നില്ല. കാരണം നമ്മുടെ ഈ ഒരു മാർക്കറ്റ് സ്റ്റഡി നമുക്ക് ഫാബ്രിക്സിൻ്റെ കളക്ഷൻസ് എങ്ങനെ ചെയ്യാമെന്നും ഏതൊക്കെ കളർ ത്രെഡും ക്വാളിറ്റി ത്രെഡും യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ആ ഒരു സ്റ്റഡി കൂടിയാണ്. സോ നമ്മൾ കോമ്പിനേഷൻസ് എല്ലാം വരുത്തി ഒരുപാട് കളേഴ്സ് എന്ന് യൂണീക്ക് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം ചൂസ് ചെയ്ത് നമ്മുടെ ഫാബ്രിക്സിന് സ്യൂട്ട് ആവുന്ന പോലെ ഡിസൈനിങ് എല്ലാം ചെയ്തിട്ടാണ് ഈ ഒരു സെക്ഷൻ ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. സോ നമ്മുടെ ഷോപ്പിലും ഡേ ബൈ ഡേ ആയിട്ട് വരുന്ന ഫാബ്രിക്സ് എല്ലാം ഈ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ നമ്മുടെ ഡേ 1 സൂറത്തിലുള്ളത് ഏകദേശം അവസാനിക്കാൻ പോവുകയാണ്. ഡേ 2 നിങ്ങൾ ഇതുവരെ കാണാത്ത വളരെയധികം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. സോ പാർട്ട് 2 വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം.